ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോമ്പ് തുറക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ ഇഫ്താർ ഡ്രിങ്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ പാൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അപ്പൊ റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും പ്രശ്നമല്ല കേട്ടോ. പാല് ചൂടായതിനു ശേഷം ഇട്ട് കൊടുത്താൽ മതി റവ. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടിക്കോളും. അപ്പൊ നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു തിക്നെസ് കിട്ടുകയും ചെയ്യും. 2 മിനിറ്റ് ഒക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ഈ റവ ഇവിടെ കുക്കായിട്ടുണ്ടാവും. അപ്പൊ ഇനി ഞാൻ മധുരത്തിന് വേണ്ടി ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പഞ്ചസാര ചേർക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് സ്ട്രോബെറി മിൽക്ക് മിക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് 2 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു കളറും നല്ലൊരു സ്ട്രോബെറിയുടെ ഫ്ലേവറും കിട്ടും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പൊ ഇത് തണുക്കണം. അതിനുശേഷമാണ് ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാന്. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കസ്കസ ഒരു 5 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണിത്. അപ്പൊ ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഡ്രിങ്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ എടുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു ചെറിയ ആപ്പിളിന്റെ പകുതി തൊലിയോട് കൂടി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മാങ്ങയുടെ പകുതി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഫ്രൂട്ട്സ് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ സ്പെഷ്യൽ ഇഫ്താർ ഡ്രിങ്ക് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഞാനിവിടെ 2 ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3 ഗ്ലാസ് ഒക്കെ സെർവ് ചെയ്യാനായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്കസിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം ഞാൻ ആപ്പിളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാംഗോ കൂടി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയൊക്കെ ഫ്രൂട്ട്സ് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോ ഫ്രൂട്ട്സ് ഒന്നും ചേർത്തില്ലെങ്കിൽ ഈ ഡ്രിങ്ക് കുടിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി കുറച്ച് പോംഗ്രനേറ്റിന്റെ സീഡ്സും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടി. ഇനി കുറച്ച് ചോപ്പ് ചെയ്ത ബദാം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുകൂടി ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവയൊക്കെ ചേർത്തിട്ടുള്ള സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഈ അടിപൊളി ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായി ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്